സുഹൃത്തുക്കളെ, യുവ എഴുത്തുകാരൻ ശ്രീ വിനയചന്ദ്രൻ്റെ ചെറ്റക്കുടിലിലെ പ്രണയം എന്ന പ്രേമകഥ വാങ്ങിച്ചും വായിച്ചും പ്രോത്സാഹിപ്പിച്ചവരോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പുത്തൻ പുതിയ പ്രണയകഥ പാതിരാക്കോഴി വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ്. തൻ്റെ പുതിയ രചനയിലെ ആമുഖത്തിലൂടെ എഴുത്തുകാരൻ ശക്തമായി നമുക്ക് തന്നിരിക്കുന്ന താക്കീത് തൻ്റെ മുൻകാല പ്രണയകഥയായ ചെറ്റക്കുടിലിലെ പ്രണയം വായിച്ചിട്ടില്ലാത്തവർ പാതിരാക്കോഴി വായിക്കരുത് എന്നാണ്. ഇന്ന് ഏത് എഴുത്തുകാരനുണ്ട് തൻ്റെ സർഗശേഷി പുസ്തക രൂപത്തിലാക്കിയതിനു ശേഷം അതിന്റെ ആമുഖത്തിലൂടെ അത് വായിക്കരുതെന്ന് തുറന്നു പറയാൻ ധൈര്യം? ശരിയാ. അതിനു പിന്നിലെ പ്രത്യേക കാര്യകാരണങ്ങൾ നമുക്കറിയണ്ടേ? നിങ്ങൾക്ക് ആ സംശയങ്ങൾ നിങ്ങളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ വിനയചന്ദ്രനോട് തന്നെ ചോദിക്കാം. ചോദിച്ചോളൂ. നിങ്ങളുടെ ഇടയിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ട്. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മൂമ്മമാരെ, കൊച്ചുമക്കളെ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ഒരു മിനിറ്റ് പൾസ് മനസ്സിലാക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള സംശയം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ TV സ്ക്രീനിൽ പരസ്യം മാറിപ്പോയി കണ്ട ആളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഞാനും ഒന്നല്ല എന്ന്. അതെ, നിങ്ങളിപ്പോൾ TV യിൽ കണ്ട ആൾ തന്നെയാണ് ഞാൻ, വിനയചന്ദ്രൻ. അതിൽ പറഞ്ഞ പുസ്തകമാണ് ഇത്. ഞാൻ എഴുതിയ സമ്പൂർണ്ണ പ്രണയ നോവൽ. വാങ്ങിക്കാം, വായിക്കാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒറ്റയടിക്ക് വേണ്ടെന്ന് പറയരുത് സുഹൃത്ത്. ഇതൊന്ന് വായിക്കേ. ചെറ്റക്കുടിലെ പ്രണയം പേര് പോലെ തന്നെ നല്ല ഒന്നാന്തരം പ്രണയ നോവലാ. ഇത് വേണ്ട. ഈ ടിവിയിൽ വേറൊരു നോവലിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ, പാതിരാക്കോഴി. അതുണ്ടോ സുഹൃത്ത്? ഇത് വായിച്ചതാണോ? അല്ല. എന്നാ ആദ്യം ഇത് വായിക്കും, എന്നിട്ടാവാൻ പുതിയത്. അതെ, ഞാൻ ഏത് വായിക്കണം എന്തു മേടിക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ. ഞാൻ ചോദിച്ച പുസ്തകം എന്റെ കയ്യിലുണ്ടോ? സുഹൃത്ത് ചൂടാവല്ലേ. സുഹൃത്തിന് കാര്യം മനസ്സിലായിട്ടില്ല അല്ലേ? ഇല്ല. ചേട്ടൻ ഈ കിരീടം സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ അപ്പോ ചെങ്കോല് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ദേവാസുരം ഇല്ല. എന്നാ കാണണം. അല്ലാതെ രാവണ പ്രഭു കണ്ടാൽ അല്ലറ ചില്ലറ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇതും. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് പാതിരാക്കോഴി. അതുകൊണ്ട് ആദ്യം ഇത് വായിക്ക്, എന്നിട്ടാവാൻ മറ്റേത്. ഓ അങ്ങനെ. അതെ, ഇപ്പൊ മനസ്സിലായല്ലേ? അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഐശ്വര്യമായിട്ട് 20 രൂപ എടുത്തേ. പുതിയതിന്റെ അതേ വിലയുള്ളൂ ഇതിനും. റിബേറ്റാ. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല കേട്ടോ. സാരമില്ല, ഇന്ന് ഞാൻ വായിച്ചു മരിക്കും. വാ നോക്കാം. ബോറ്. ഈ ബസ് ഒന്ന് മൂവ് ചെയ്യാൻ ഇനി അരമണിക്കൂർ എടുക്കും. ബോറടി മാറ്റാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നോ ഐഡിയ. സഹിച്ചേ പറ്റൂ. നമസ്കാരം. നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണെന്ന് തോന്നുന്നു. ഒരു പുതിയ ഫോർമാറ്റിലുള്ള പ്രണയ നോവൽ വേണ്ടേ? സമയം എത്ര ചേട്ടാ? വാച്ചില്ല. സമയം പോകാൻ ഒരു നോവൽ ഇല്ല, വേണ്ട വേണ്ട. ഹലോ ചേട്ടാ, ഓടാ പാലുമാക്രി. ബാബാ, ഹലോ, എക്സ്ക്യൂസ് മീ. നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാൾ എങ്ങോട്ടോ ഒരു യാത്ര പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഇഷ്ടം ലേഡി മൗണ്ട് ബാറ്റനോട് തുറന്നു പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാവോ? അറിയില്ല? ശരി. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ മോനിക്കയോട് തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയാവോ? അതും അറിയില്ല? ഓക്കേ. അറ്റ്ലീസ്റ്റ് നമ്മുടെ സിനിമാ നടൻ ദിലീപ് മഞ്ജു വാര്യരോട് അതെങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നറിയാമോ? ഇതൊന്നും അറിയില്ലല്ലേ? ഇനി ഇതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടോ? ഒരു പുസ്തകമുണ്ട്, പ്രണയത്തിന്റെ കണക്ക് പുസ്തകം. പ്രണയം തുറന്നു പറയാൻ 101 വഴികൾ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തരാം. വെറും 50 രൂപയുള്ളൂ. എന്തേ, വേണമെന്നുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, നിർബന്ധിക്കുന്നൊന്നുമില്ല. വരട്ടെ. ഹലോ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഉണ്ണികളെ കണ്ടാൽ അറിഞ്ഞുകൂടെ ഉള്ളിലുള്ള പ്രേമം? ഈ ഉള്ളിലുള്ള ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാനായി നല്ല രീതിയിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതങ്ങോട്ട് പരസ്പരം തുറന്നു പറയാ, അത്ര തന്നെ. അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ, ഈ ഫ്രണ്ട്ഷിപ്പ് ജാടയൊക്കെ വിട്ട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞൊരു തീരുമാനം എടുത്തിട്ട് ആരാന്ന് വെച്ചാൽ എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാൻ നോക്ക്. ഓൾ ദ ബെസ്റ്റ്.
ഹലോ. ആ, ഒരു നോവൽ വേണമായിരുന്നല്ലോ. ഏ? താൻ എഴുതിയൊരു നോവൽ വേണോന്ന്. എന്തേ, മലയാളം മനസ്സിലാവില്ലേ? മനസ്സിലായി. ദാ, വെറും 20 റുപ്പീസേ ഉള്ളൂ. കുട്ടി എൻ്റെ ഒരു ഫാൻ ആയിരിക്കും അല്ലേ? അതെ. അയ്യോ, അതിനെനിക്ക് ഈ നോവലല്ല വേണ്ടത്. താങ്കളുടെ തന്നെ പുതിയൊരു നോവലില്ലേ? എന്താ അതിന്റെ പേര്? ആ, പാതിരാക്കോഴി. പേര് കേട്ടപ്പോ തന്നെ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതാ. അതില്ലേ? അതൊക്കെ ഉണ്ട്. പക്ഷെ കുട്ടി ആദ്യം ഇത് വായിക്കൂ. വേറൊന്നുമല്ല, ഈ കിരീടം സിനിമ കാണാതെ ചെങ്കോല് കണ്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതേപോലെ ദേവാസുരം കാണാതെ രാവണപ്രഭു കണ്ടിട്ടും കാര്യമില്ല. ഇതൊക്കെയല്ലേ താൻ എന്നോട് ചോദിക്കാൻ പോണത്? എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കറിയാം ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് പാതിരാക്കോഴിന്ന്. ഇത് ഞാൻ വായിച്ചിട്ടുള്ളതുവാ. അതുകൊണ്ട് എനിക്ക് അതുതാ. ഇത് താൻ വായിച്ചു? പിന്നെ അത് പിന്നെ അതിന്റെ കോപ്പിയൊക്കെ പെട്ടെന്ന് തീർന്നു പോയി. അത് കൊള്ളാമല്ലോ. സെക്കൻഡ് പാർട്ടിന്റെ കോപ്പി എല്ലാം തീർന്നു പോയി, ഫസ്റ്റ് പാർട്ടി ഇപ്പോഴും കയ്യിലുണ്ട്. അതെന്താണോ അങ്ങനെ? അതെന്താണെന്ന് വെച്ചാല്, ഒരു മിനിറ്റ് വന്നേ. എന്റെ പൊന്നുമകളെ നാറ്റിക്കരുത്. ഉള്ള കാര്യം പറയാലോ. ഇതിനെങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടൊന്നും ഇല്ല. ഇത് എന്നെ പ്രിന്റ് ചെയ്ത കോപ്പി മുഴുവൻ എന്റെ കയ്യിലുണ്ട്. അതിലൊന്നും പോലും ഇതുവരെ സെയിലും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടി ഇത് വായിച്ചു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാനതൊരു പ്രശ്നമാക്കുന്നില്ല. എന്നാ ഞാനതൊരു പ്രശ്നമാക്കുന്നുണ്ട്. താനേ പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുന്ന ക്രിമിനൽ കുറ്റം ചെയ്യുന്നത്. ശിക്ഷ എന്താണെന്നറിയോ? തൂക്കിക്കൊല്ലൂലെന്നറിയാം. എന്റെ പൊന്നു പെങ്ങളെ, ഇയാളൊന്നും വാങ്ങിക്കാൻ വേണ്ട, വായിക്കാൻ വേണ്ട. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. ചേട്ടൻ പോട്ടെ. തന്റെ ചെറ്റക്കൂട്ടിലെ പ്രണയം കൈ വെച്ചോ. തന്റെ സ്വഭാവത്തിന് പറ്റിയ പുസ്തകോ ചേട്ടാ. ഞങ്ങൾ യാത്ര തന്നെ വേണ്ടെന്ന് വെച്ചു. താങ്ക്സ്. ഓ ശരി. ആ പുത്തനങ്ങാടി ഇറങ്ങി വാ. ആണുങ്ങളൊക്കെ പുറകോടെ കയറ്. ആ കയറ് അവിടെ കഴിഞ്ഞോ? ആ പോവാം. ഇവിടെ ചവിട്ടു സഹോദര. എത്രയായി ചേട്ടാ? 16 രൂപ. ആ ഗൗരി, ഇന്ന് കുറച്ച് താമസിച്ചോ? ഒന്നും പറയണ്ട വിനയ. ആ എത്രയെന്നാ പറഞ്ഞേ? 16. ദാ, ഇതെന്താ ഇത്? 20 രൂപ പ്രിന്റഡ് റേറ്റാ. ബാക്കി 4 രൂപ. ചേട്ടൻ തന്നെ കൈ വെച്ചു, എന്റെ ഒരു സന്തോഷത്തിന്. ദേ ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത്. കാശ് എന്നിട്ട് പോടോ. ചേട്ടൻ ചൂടാവല്ലേ? ഈ പണമായിട്ട് തന്നെ തരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് എന്തെങ്കിലും കിട്ടിയാ പോരെ? ഒന്നുമില്ലല്ലോ, പുസ്തകമല്ലേ, വായിച്ചു വളരും. നിക്കടാ, പൈസ എന്നിട്ട് പോടാ. നിക്കില്ല, നീ വായിച്ചു നന്നാവൂ. ആ ആളെന്തേന്നും നല്ല ഹാപ്പി ആണല്ലോ. കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടന്നു. ബസ് സ്റ്റാൻഡിൽ വെച്ച് കുറച്ച് പിള്ളേരെ ഒത്തു കിട്ടി. ഗേൾസാ നമ്മുടെ ഫാൻസ്. പിന്നെ കളിയും ചിരിയും അതിനിടയ്ക്ക് പുസ്തക കച്ചവടവും ആകെ കൂടെ ഒരു അരങ്ങ് തന്നെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞ ഇന്നത്തെ കണി കൊള്ളായിരുന്നു സാരം. അത് തന്നെ. ഇങ്ങനെ വല്ലപ്പോഴും ഒരു കോൾ ഒത്തു വരുന്നുണ്ട്, താൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഇതൊക്കെ നിർത്തിട്ട് വേറെ വല്ല ജോലിക്ക് ശ്രമിച്ചൂടെ? ശ്രമിക്കാഞ്ഞിട്ടാണോ? കിട്ടണ്ടേ? പിന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ജോലിയൊക്കെ കിട്ടണ്ടേ? കിട്ടും, കിട്ടാതിരിക്കില്ല. ഇത് പിടിച്ചേ, ലാസ്റ്റ് കോപ്പിയാണ്. അയ്യോ എന്റെ പൊന്നു മോനെ, എനിക്ക് വേണ്ട. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, ഇമാതിരി കാര്യങ്ങൾക്കൊന്നും ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ലെന്ന്. എടോ, കാശിനല്ലോ, ഫ്രീ ആണ്. എന്റെ ഒരു സന്തോഷത്തിന് ഞാനൊരു 2-3 ഫോൺ ചെയ്യും കേട്ടോ. പേടിക്കണ്ടേ, STD ഒന്നുമല്ല, ISD യാ. ചുമ്മാ ലോക്കലാ. താനെ ഡയറക്ടറിങ് തന്നെ. അല്ല, താൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡയറക്ടറെ നോക്കി എങ്ങോട്ടൊക്കെ വിളിക്കുന്നത് കാണല്ലോ. എന്താ അതിന്റെ കാര്യം? ഒരു ചെറിയ സൈഡ് ബിസിനസ്, അത്രേ ഉള്ളൂ. ഇതെന്ത് ബിസിനസ്സാ? എന്നോടും കൂടി ഒന്ന് പറയടോ. ഇതല്ല പണിയില്ല പണി. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, അച്ഛൻ എന്ത് പറയുന്നു? ഹാപ്പിയാണോ? താൻ ഈ ചോദ്യം മാത്രല്ലേ ഉള്ളൂ. വീട്ടിലേക്ക് വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ തിരക്കാറുണ്ട്. വരുന്നുണ്ട്, ഓട്ടനെ വരുന്നുണ്ട്. സംസാരിച്ചേക്കാൻ നേരമില്ല, ചെല്ലട്ടെ. ചെന്നിട്ട് വേണം അടുത്ത കഥയുടെ പണിപ്പുരിയിലേക്ക് കയറാൻ. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? പേപ്പറും മറ്റു മാഗസിൻസും ഇങ്ങനെ വാരി വലിച്ചിടരുതെന്ന് ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? എടോ, അക്ഷരം എന്ന് പറയുന്നത് സരസ്വതിയാണ്, സരസ്വതി എന്ന് പറയുന്നത് വിദ്യയാണ്, വിദ്യ എന്ന് പറയുന്നത് ധനമാണ്. ധനം നമുക്ക് ആവശ്യമാണ്. അറിയാല്ലേ? എന്നിട്ടാണ് ഇങ്ങനെ. എന്തും ഞാൻ സഹിക്കും, പക്ഷെ അക്ഷരങ്ങളെ അവഹേളിച്ചാണ്ടല്ല. അത് ഞാൻ സഹിക്കും, പക്ഷെ വാടക തരാത്തോണ്ടല്ലോ, അത് ഞാൻ സഹിക്കില്ല. എടോ, കുടിശ്ശിയെങ്കിലും തന്നു തീർക്കാൻ തനിക്ക് തന്നിരുന്ന കാലാവധി ഇന്നത്തോണ്ട് തീർന്നു.
എത്ര മാസത്തെ വാടക തരാനുണ്ട്? ഓ എത്ര മാസത്തെ വാടക തരാനുണ്ട്? ഹേ, കുടിശ്ശിക 7 നടപ്പും കൂടി ചേർത്ത് 8 മാസത്തെ. 8 മാസം. 8 മാസം. ദാ, 7 മാസത്തെ വാടക അതും കൂടി ഇനി തരാനുള്ളൂ. ഓക്കേ? അല്ല അപ്പൊ ബാക്കി ബാക്കി ത്യജിക്കൂ മകനെ. ഇത്തിരി കഷ്ടമാണ് നോക്ക്. അടി രാസാത്തി നീ എങ്ക പോച്ച്. ഇത് മലയാളത്തിലേക്കാക്കണം അല്ലേ? അടിപ്രിയെ, ഛേ, എടിപ്രിയെ നീ എവിടെ പോയി? ഛേ, പൈങ്കിളി. റാസാത്തി നീ എങ്ക പോച്ച്? ഓ, സർഗശേഷി നശിപ്പിക്കാൻ ഓരോന്ന് വന്നോളൂ. നിന്റെ ആ ഞാൻ സത്യശീലൻ, ഇവിടെ അടുത്തൊരു കോളേജിലെ പ്രൊഫസറാ. പ്രൊഫസർ എന്ന് പറഞ്ഞ PT, ഫിസിക്കൽ ട്രെയിനർ. വിനയചന്ദ്രൻ അതല്ലേ പേര്? കഥകൾ എഴുത്ത് അതാണല്ലേ ജോലി? അതെ. ഇതല്ലാതെ വേറെ ചില സൈഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ട് അല്ലേ? ആ, എനിക്കങ്ങനെ പല ബിസിനസ്സും കാണും. സാറ് വന്ന കാര്യം പറ. തനിക്ക് ഈ പ്രേമം ഒരു വീക്ക്നെസ് ആണ് അല്ലേ? ആർക്ക് ആരോട് ഇഷ്ടം തോന്നിയാലും താൻ അതിൽ ഇടപെടും. ഇടപെടേണ്ടി വന്നാൽ ഇടപെടും. എന്നാ എന്നെ ഒന്ന് സഹായിക്കണം. നോ ഒന്ന് പറയരുത് പ്ലീസ്. കേട്ടിടത്തോളം പണി അല്പം കൂടുതലാ. സാരമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് കളയാം. അതിനു മുമ്പ് പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ചേട്ടാ? സാറ് അത്യാവശ്യം മിനിങ്ങിയിട്ടുണ്ടല്ലേ? ലേശം കഴിച്ചിട്ടുണ്ട് ഒരു ധൈര്യത്തിന്. സാർ ഈ റസാഖിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ? റസാക്കിന്റെ ഇതിഹാസോ? ഖസാക്കിന്റെ ഇതിഹാസം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് OV വിജയന്റേത്. ഇത് ഞാൻ വിനയചന്ദ്രൻ എഴുതിയത്. അതില് നായകൻ റസാഖിനോട് നായിക ആമിന ഇതേപോലൊരു ഘട്ടത്തിൽ പകലല്ല രാത്രിയിൽ പറയുന്നുണ്ട്, ഇക്കാക്ക വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരം, നിരാശ അതിനേക്കാൾ പെരുത്ത് ഹാനികരം എന്ന്. അതുകൊണ്ട് പറയുക സാർ ഈ വെള്ളമടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കാര്യം എനിക്ക് ടീച്ചറിന് ഇഷ്ടമൊക്കെ തന്നെയാ. ടീച്ചർക്ക് എന്നോടും താല്പര്യമുണ്ട്. പക്ഷെ കക്ഷി ലേശം മറ്റേതാ. മറ്റേതോ? ഹായ്, ആരാ ഇത്? അതിശയായിരിക്കണല്ലോ. വാ വാ, കേറി വാ. എന്താടോ ഒരു മുന്നറിയിപ്പില്ലാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത്? എനിക്കിവിടെ അടുത്ത് വരെ ഒന്ന് അത്യാവശ്യമായിട്ട് വരേണ്ടി വന്നു. എന്നാ പിന്നെ ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാലെന്ന് വിചാരിച്ചു. കുറെ നാളായില്ലേ താൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. അച്ഛാ, അച്ഛാ, ആ ആ കിടക്കായിരിക്കും. ഈയിടെയായിട്ട് കൂടുതലും കിടപ്പ് തന്നെയാ. വല്ലപ്പോഴും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാ കേക്കില്ല. അല്ല, താനെന്തെങ്ങനെ വന്ന പോലെ നിക്കുന്നേ? ഇരിക്കുവിനെയാ. ആ അച്ഛ, അച്ഛന് മനസ്സിലായോ ഇതാരാന്ന്? അത് നീ കിടന്ന് വിളിച്ചു പോകുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നമ്മുടെ എഴുത്തുകാരനായിരിക്കുമെന്ന്. ഇരിക്കും. എങ്ങനെയുണ്ട് തന്റെ എഴുത്തുകുത്തും പുസ്തക വിൽപ്പനയൊക്കെ? കുഴപ്പമില്ല, അതെങ്ങനെ പോണു. ഇരിക്കേ. എവിടെയാ ശരിക്കുള്ള സ്ഥലം? സ്ഥലം കുമളി. കുമളിയില് അത് ഈ കേരള തമിഴ്നാടിന്റെ ബോർഡർ ആയിട്ട് വരും. ഓ, ഈ അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും. ഗൗരി, ഇത് കണ്ണനായിരിക്കും. ഹലോ. ആ സർ, ഒറ്റ സെക്കൻഡ്. അല്ല അച്ഛാ, കണ്ണേട്ടനല്ല. ആ സർ, ഇല്ല, അത് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ഓക്കെ. കടയുടെ ഓണറാ. കളക്ഷൻ എത്താഞ്ഞിട്ടുള്ള വിളിയാ. എല്ലാവരുടെ കയ്യിലും മൊബൈലുള്ള ഈ കാലത്ത് ബൂത്തിന്നൊക്കെ പിന്നെ എന്ത് കിട്ടാനാ? കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അയ്യോ, ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുക. എന്താ ഇത്ര ധൃതി? മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരാളില്ലാതെ ഞാനിങ്ങനെ. എന്താ ഞാൻ ചോദിച്ചത്? അല്ല, ഞാൻ വേറൊരു ദിവസം വരാം. ഞാൻ ഗൗരിയോട് പറഞ്ഞായിരുന്നു, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നേ. തിരക്കുണ്ടെങ്കിൽ പിന്നെ. ശരി ശരി.